ഹലോ ഡിനിറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ ഫ്രം ആർക്കിനെക്. സോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. അവിടെയുള്ള സീറ്റ്സുകൾ, അവിടെ ഈ വർഷം നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റികൾ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് അനാലിസിസ് എല്ലാം നമ്മൾ നോക്കുകയാണ്. ടോപ്പ് റാങ്കേഴ്സ് ഒപ്റ്റ് ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു കോളേജ് തന്നെയാണ് കാലിക്കറ്റ്. എല്ലാ മെഡിക്കൽ സീറ്റുകളും ഒരേപോലെ വാല്യൂബിൾ ആണ്, ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. 250 മെഡിക്കൽ സീറ്റുകളാണ്, MBBSന്റെ സീറ്റുകളാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുള്ളത്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും 85% സീറ്റുകളാണ് സ്റ്റേറ്റ് കോട്ടയിലേക്ക്. നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇന്ത്യ ഒട്ടാകെയുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആണ്. അപ്പൊ ആ സീറ്റുകളിലേക്ക് ഓൾ ഇന്ത്യ തലത്തിൽ നീറ്റ് ക്വാളിഫൈ ആയ വിവിധ സ്റ്റേറ്റുകളിലെ കുട്ടികൾ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ കാണും. ബാക്കി 85% സീറ്റ് സ്റ്റേറ്റ് കോട്ട സീറ്റുകൾ, കേരളത്തിന്റെ സീറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി? യെസ്. അപ്പൊ ആദ്യം ഓപ്പൺ കാറ്റഗറിയാണ്. ഓപ്പൺ കാറ്റഗറിയിൽ കഴിഞ്ഞ തവണ 234 സ്റ്റേറ്റ് റാങ്കിനാണ് ഈ ഒരു കാലിക്കറ്റിൽ അവസാനമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നത്. സ്കോർ 581 ഓൾ ഇന്ത്യ റാങ്ക് 3398. മക്കളെ, ശരിക്കും ദ ഫാക്ടേഴ്സ്, ഒരു ജനറൽ കാറ്റഗറിയിൽ ഒരു 1000 റാങ്കിനുള്ളിൽ വരുന്ന കുട്ടിക്കാണ് ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടുക. കഴിഞ്ഞ 3 വർഷങ്ങളിലെ അനാലിസിസ് നമ്മൾ നോക്കിയപ്പോഴും നമുക്ക് അത് തന്നെയാണ് മനസ്സിലായത്. 800 900 റേഞ്ചിൽ തന്നെയാണ് കഴിഞ്ഞ 3 വർഷങ്ങളിലും ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടിയത്. കേരള റാങ്ക് 900 ആ ഒരു റേഞ്ചിൽ വന്ന കുട്ടിക്കാണ്. അപ്പൊ 1000 റാങ്കിനുള്ളിൽ വരണം എന്നുള്ളത് ഏകദേശം കഴിഞ്ഞ 3 വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ 1000 കേരള റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് എടുത്താൽ ഏകദേശം 10,000 റാങ്കിനുള്ളിൽ വരുന്ന കുട്ടിയാണ് കേരള റാങ്ക് 1000-നുള്ളിൽ വരിക. അതിലും നമ്മൾ കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 234 മാത്രമാണ് കാലിക്കറ്റിൽ കിട്ടിയത്. അപ്പോൾ ഒരു 900 റേഞ്ചിൽ ഗവൺമെന്റ് MBBS സീറ്റ് വന്നപ്പോൾ കാലിക്കറ്റിലായിരുന്നു ഏറ്റവും ടോപ്പായിട്ടുള്ള റാങ്ക് വന്നത്. 234 ഓൾ ഇന്ത്യ റാങ്ക് 3398. അപ്പൊ ഏകദേശം അത് തന്നെയാണ്. ആ ഒരു കാര്യം, ആ ഒരു റാങ്കിൽ വലിയ ചേഞ്ച് ഒന്നും വരത്തില്ല, മാർക്കിലാണ് എപ്പോഴും ചേഞ്ച് വരിക. അതും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഏകദേശം എക്സാം ടഫ്, അത്രയും കഴിഞ്ഞ വർഷത്തെ അത്ര ടഫ് അല്ലെങ്കിൽ പോലും എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിരുന്നു. വളരെ ഉയർന്ന സ്കോറുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. സോ ഏകദേശം ഈ ഒരു റാങ്ക് റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഓപ്പൺ കാറ്റഗറി എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 300 റാങ്കിനുള്ളിൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈഴവ കാറ്റഗറി കഴിഞ്ഞ വർഷം 475 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 5854. കുട്ടിയുടെ നീറ്റ് സ്കോർ 568. അപ്പൊ ഈ വർഷം ഒരു 6000 ഓൾ ഇന്ത്യ റാങ്കിൽ വരുന്ന കുട്ടിക്ക് തന്നെയാണ് ഈഴവ കാറ്റഗറിയിൽ നമ്മൾ കാലിക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 280 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. 577 ആയിരുന്നു നീറ്റ് സ്കോർ. 3940 ഓൾ ഇന്ത്യ റാങ്ക്. അപ്പൊ ഞാൻ കേരള റാങ്ക് പറയുന്നില്ല, ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് ഓൾ ഇന്ത്യ റാങ്ക് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 4000 5000 ഉള്ളിൽ വരുന്നവർക്കാണ് ഈ ഒരു കാറ്റഗറിയിൽ കേരളത്തിലുള്ള സാധ്യത, പോസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ കാറ്റഗറി വൈസ് പോസിബിലിറ്റി നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാ വർഷവും ഒരേ കാറ്റഗറിയിൽ നിന്ന് ഒരേ നമ്പർ ഓഫ് കുട്ടികളല്ല, സ്റ്റുഡൻസ് അല്ല എക്സാം അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ലാസ്റ്റ് റാങ്ക് അനലൈസ് ചെയ്തപ്പോൾ ഒരു കാറ്റഗറിയിൽ 10,000 റാങ്ക് മുന്നിലേക്ക് വന്നു ലാസ്റ്റ് റാങ്ക്. കാരണം ചിലപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ആ വർഷം കുറവായിരിക്കും, അല്ലെങ്കിൽ ആ കോളേജിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോളേജിൽ ആ കാറ്റഗറിയിൽ നിന്ന് വെച്ച കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് ലാസ്റ്റ് റാങ്ക് വളരെ വലിയ രീതിയിൽ ചേഞ്ച് ചെയ്തു. ബാക്ക്വേർഡ് ഹിന്ദു 529 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. 566 ആയിരുന്നു കുട്ടിയുടെ നീറ്റ് സ്കോർ. 6358 ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്. അപ്പൊ 6358 ഓൾ ഇന്ത്യ റാങ്കിന്റെ കേരള റാങ്ക് അന്ന് 529 ആയിരുന്നു. അപ്പം അതേപോലെ തന്നെ ഒരു 6000 7000 റേഞ്ചിനുള്ളിൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. LA കാറ്റഗറി 1020 ആയിരുന്നു ഏകദേശം. 11,885 ഓൾ ഇന്ത്യ റാങ്ക്. അപ്പോൾ 1000-ന് മുകളിലേക്ക് കേരള റാങ്ക് പോയപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 10,000 മുകളിലേക്ക് പോയി. അതാണ് ഞാൻ പറഞ്ഞത്, 10,000-നുള്ളിൽ വരുന്ന 9,000 8,000 7,000 ആ റേഞ്ചിലൊക്കെ വരുന്ന ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന കുട്ടി കേരള റാങ്ക് 1000-നുള്ളിൽ ഉൾപ്പെടാനുള്ള സാധ്യത തന്നെയാണ്. 10,000-ന് മുകളിലേക്ക് ഓൾ ഇന്ത്യ റാങ്ക് പോകുമ്പോൾ കേരള റാങ്കും 1000-ന് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് LAയിൽ നോക്കി 1020-ന് 11,885 ഓൾ ഇന്ത്യ റാങ്ക്. DV കാറ്റഗറി അപ്പോൾ ഒരു 11,000 ഒക്കെ വരുന്നവർ മേ ബി 1000-ന് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. മേ ബി, യെസ്. എന്തായാലും 10,000-ന് താഴെ തന്നെയാണ് പോസിബിലിറ്റി കൂടുതൽ. ധീവര കാറ്റഗറി നോക്കുകയാണെങ്കിൽ 3098 ആയിരുന്നു. 33,431 കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. അത് ചെറിയ രീതിയിൽ വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 20,000 to 40,000 ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു കാറ്റഗറിയിൽ. വിശ്വകർമ്മ കാറ്റഗറി 583-ന് മാത്രമാണ് കിട്ടിയത്. 7,073 ആയിരുന്നു കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്.
ഇത്തവണയും ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു 7,000 to 9,000 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ധീവര 3,098, ഓൾറെഡി പറഞ്ഞല്ലേ, 33,431. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1,149, ഓൾ ഇന്ത്യ റാങ്ക് 13,090. അപ്പൊ 1000-ന് മുകളിൽ സാധ്യത വന്നു. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 10,000-ന് മുകളിലായിരുന്നു. അപ്പൊ ഇത്തവണയും നമ്മളൊരു ഓൾ ഇന്ത്യ റാങ്ക് 10,000-നും 12,000-നും 14,000-നും ഇടയിൽ തന്നെയാണ് ഈ ഒരു കാറ്റഗറിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. KN കുഷവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 4,225-ന് കിട്ടി, 45,000 ആയിരുന്നു കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. KU കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് 7,188, 76,000 ആയിരുന്നു കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. ST 5,623, 59,000 ആണ് കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. അപ്പോൾ കേരള റാങ്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു കൂടി വന്നാൽ ഒരു 1K അങ്ങോട്ടോ ഇങ്ങോട്ടോ, അത് മാക്സിമം ആണ്. വളരെ റെയർ ആയിട്ടാണ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് അനലൈസ് ചെയ്താൽ ഏതോ ഒരു കാറ്റഗറി ഞാൻ ഓർക്കുന്നില്ല, ആ ഒരു കാറ്റഗറിയിൽ മാത്രം 10,000-ന്റെ വേരിയേഷൻ വന്നിരുന്നു. പക്ഷേ ഒരു വളരെ വലിയ ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്ലസ് ഓർ മൈനസ് ഒരു 1,000 മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്കിൽ, കേരള റാങ്കിലെ കാര്യമാണ് പറഞ്ഞത്, ഓൾ ഇന്ത്യ റാങ്കിലേക്ക് 1,000 റാങ്ക് മാറ്റം വരിക എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് എത്തുമ്പോൾ അത് വളരെ വലിയൊരു ചേഞ്ച് തന്നെയായിരിക്കും. ഓക്കെ, 1,000-ന്റെ വ്യത്യാസം അല്ല അവിടെ വരുന്നത്. ST 11,656, 1,33,063. ഈ വർഷവും നമ്മൾ 1,00,000-നും 1,40,000 ഓൾ ഇന്ത്യ റാങ്കിനും ഇടയിൽ തന്നെ കാലിക്കറ്റ് എക്സ്പെക്ട് ചെയ്യാണ്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ 1,104, അത് ആ ഒരു റേഞ്ചിൽ വരാനുള്ള സാധ്യത തന്നെയാണ്. 1000 റേഞ്ചിൽ തന്നെ കേരള റാങ്ക് വരണം. നിങ്ങൾ 12,592 കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക്. എന്നാലും ഒരു 900-ഉം 1,200 റാങ്കിനിടയിൽ വന്നാൽ മാത്രമേ ഈ W കാറ്റഗറിക്കുള്ള സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുള്ളൂ. മിസ് പറഞ്ഞത് ഒരു പ്രഡിക്ഷൻ പോസിബിലിറ്റി മാത്രമാണ്. ഞാൻ വീണ്ടും പറയാണ്, എല്ലാ കുട്ടികളെയും ജനറൽ കാറ്റഗറിയിലാണ് ആദ്യം കൺസിഡർ ചെയ്യുക. അതിനുശേഷം അവരവരുടേതായ കാറ്റഗറിയിലേക്ക്. ഇപ്പോൾ ഒരു കുട്ടി ഈഴവയാണെങ്കിൽ ആദ്യം ജനറൽ കാറ്റഗറിയിൽ ആ കുട്ടിക്ക് സീറ്റ് കിട്ടുമോ എന്ന് നോക്കും. അത് കിട്ടുന്നില്ലെങ്കിൽ കുട്ടീനെ ഈഴവ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ മുസ്ലിം ആണ് കുട്ടിയെങ്കിൽ കുട്ടി ആദ്യം ജനറൽ കാറ്റഗറിയിൽ നോക്കും. അവിടെ കുട്ടിക്ക് കിട്ടുന്നില്ലെങ്കിൽ കുട്ടീൻ്റെ റിസർവേഷൻ വെച്ചിട്ടുള്ള സാധ്യതകൾ അവർ നോക്കും. അപ്പൊ അതുകൊണ്ടാണ് ഓരോ കാറ്റഗറിയിലും ഓരോ വർഷം എഴുതുന്ന കുട്ടികളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ സാധ്യതകളും മാറി മറിയും. റെഡി? അപ്പൊ ഏകദേശം ഇതൊക്കെയാണ് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കേരള റാങ്ക് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ചിത്രം നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ബൈ ബൈ.